എടപ്പള്ളി പൂക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്നും വെറും 100 മീറ്റർ അകലെ മനോഹരമായിട്ടുള്ള നല്ലൊരു വീട്. 2 വീടുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്, ഒരേപോലെയുള്ളത്. ഒരെണ്ണം സോൾഡ് ഔട്ടാണ്. 3.8 സെൻറ്റ് സ്ഥലത്ത് 1500 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളിലായിട്ടാണ് ഈ കാണുന്ന മനോഹരമായിട്ടുള്ള വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് വരുന്നത്. ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലാണ് ഈ വില്ല. എൻ്റെ പുറകിൽ കാണുന്ന ഈ വില്ല ഓൾറെഡി സോൾഡ് ഔട്ടായി പോയിട്ടുണ്ട്. ഈ വില്ലയിലേക്ക് വരുന്ന റോഡ് ഇതാണ്. നല്ല ഭംഗിയുള്ള ഒരു റോഡ് ഇവിടെ നൽകിയിട്ടുണ്ട്. ടാർ റോഡ് ഫ്രണ്ടേജാണ്, റബ്ബറൈസ്ഡ് റോഡാണ് നൽകിയിട്ടുള്ളത്. വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മോഡേൺ ഒരു ആർക്കിടെക്ചറൽ വീടിൻ്റെ ഡിസൈനിലാണ് വീട് ചെയ്തിരിക്കുന്നത്. മുകളിൽ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വർക്കുകളാണ്. താഴെ ഒരു വലിയ ജനൽ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് അത് വലിയ ബാൽക്കണിയാണ്. മുകൾ ഭാഗത്ത് മുഴുവൻ വരുന്നത് വലിയ ബാൽക്കണിയാണ്. ഇവിടെ താഴെ സിറ്റ് ഔട്ട് ഉണ്ട്. കാർ പോർച്ചിൻ്റെ ഏരിയ അവൈലബിൾ ആയിട്ടുണ്ട്. ആ മൊത്തത്തിൽ നല്ലൊരു മനോഹരമായിട്ടുള്ള ഡിസൈനിൽ തന്നെയാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ വീഡിയോയാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. വീടിൻ്റെ മതിലിലേക്ക് വരികയാണെങ്കിൽ സിമ്പിളായിട്ടുള്ളൊരു മതിലാണ് നൽകിയിരിക്കുന്നത്. അവിടെ LED ലൈറ്റുകൾ മാത്രം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്ലൈഡിങ്ങിനായിട്ടുള്ള വെർട്ടിക്കൽ സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള ഒരു ഗേറ്റ് കാണാം. ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ഈ കാണുന്ന കാർ പോർച്ചിൻ്റെ ഏരിയയാണ്. മുറ്റത്ത് 2 ടൈപ്പിലുള്ള ടൈലുകളാണ് വിരിച്ചിരിക്കുന്നത്. ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് നൽകിയിട്ടുണ്ട്. ഇവിടെ വേറൊരു ഡിസൈനുള്ള ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് സിന്തറ്റിക് ഗ്ലാസ് ചെയ്യാനുള്ളതാണ്. ഈ ഭാഗത്തും ഒരു വാഹനം പാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ കാർ പോർച്ച് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഇവിടെ വലിയൊരു SUV വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. 2 വാഹനം പാർക്കിംഗ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കിണർ വെള്ളം അവൈലബിൾ ആണ്. KWA വാട്ടർ കണക്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. വീടിൻ്റെ ഈ ഭാഗത്ത് ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് ആണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ പുറകിലായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. നല്ല ശുദ്ധജലം ലഭിക്കുന്ന ഏരിയയിലാണ് ഈ വീടുള്ളത്. അപ്പോൾ വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഏകദേശം കണ്ടത്. ഇനി വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ സിറ്റ് ഔട്ടാണ് നൽകിയിരിക്കുന്നത്. ഈ പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് ഇതിൻ്റെ ഡോറ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ 2 സ്റ്റെപ്പുകൾ നൽകിയിട്ടുണ്ട്. ഗ്രാനൈറ്റാണ് നൽകിയിരിക്കുന്നത്. വലിയൊരു സിറ്റ് ഔട്ട് എന്നൊന്നും പറയാനില്ല, ചെറിയൊരു സിറ്റ് ഔട്ട്, 1-2 ചേർത്തിരിക്കാവുന്ന ഒരു സിറ്റ് ഔട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെ വലിയൊരു ജനൽ നൽകിയിട്ടുണ്ട്. ഒരു പ്ലെയിൻ ഗ്ലാസ്സാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് വലിയ മെയിൻ ഡോറിൽ ലൂവർ ഡിസൈൻ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. 2 ടൈപ്പ്, ചെറിയൊരു ഡോറും വലിയൊരു ഡോറും. വലിയ ബ്ലാക്ക് കളറിലുള്ള ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ജനലും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇത് തുറന്ന അകത്തേക്ക് വരുമ്പോൾ ലിവിങ് ഏരിയ ആണ്. ഇതാണ് ലിവിങ് സ്പേസ് വരുന്നത്. നല്ല മാറ്റ് ഫിനിഷുള്ള ആ ഒരു ആർക്കിടെക്ചറൽ ഡിസൈനിനോട് ചേർന്ന് നിൽക്കത്തക്ക രീതിയിലുള്ള ടൈലാണ് ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ വലിയ വിൻഡോ നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു വിൻഡോ ഇവിടെ വരുന്നുണ്ട്. ചെറിയൊരു TV യൂണിറ്റിൻ്റെ സ്പേസ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നതായി കാണാം. നമ്മുടെ TV വരാനുള്ള സ്പേസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ആർക്കി ഡ്രൈവ് കാണാം. ഇത് ഡൈനിങ് സ്പേസാണ്. ഡൈനിങ് സ്പേസ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ആ ഭാഗത്തേക്കും പോകുന്നുണ്ട്. ഇവിടെ വലിയൊരു ഡൈനിങ് ടേബിൾ ഇടാവുന്ന സ്പേസാണ്. ഇവിടെ നമുക്ക് കെറോവിറ്റിൻ്റെ ഒരു വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട്. ടേബിൾ ടോപ്പായി ഗ്രാനൈറ്റ്, താഴെ വാനിറ്റി കൗണ്ടറൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഒരു ജനൽ 4 പാളിയുള്ളതാണ്, അത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും ചെറിയൊരു ടേബിളും ഒരു ഫാമിലി ലിവിങ് സെറ്റപ്പ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഏരിയ ഇവിടെ അവൈലബിൾ ആണ്. ഈ സ്റ്റെപ്പ് കയറിയ മുകളിലത്തെ നിലയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് കിച്ചണാണ് നമ്മൾ കാണാൻ പോകുന്നത്. കിച്ചണിലേക്ക് വരുമ്പോൾ ഓപ്പൺ കൺസെപ്റ്റിൽ കിച്ചൺ കൊടുത്തിട്ടുണ്ട്. 2 ഹാങ്ങിങ് ലൈറ്റ് കാണാം. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ്. ബ്ലാക്ക് കളറുള്ള ഗ്രാനൈറ്റാണ് ഇതിൻ്റെ ടേബിൾ ടോപ്പായിട്ട് വരുന്നത്. കിച്ചണിലേക്ക് വരുമ്പോൾ ആ സെയിം ടൈപ്പ് ടൈല് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ U ഷേപ്പിലുള്ള ഒരു കൗണ്ടർ ടോപ്പ് ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ മനോഹരമായിട്ടുള്ള ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സിങ്കാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ 4 പാളിയുള്ള കിച്ചൺ വിൻഡോ, താഴെയും മുകളിലും കബോർഡുകൾ ഒരുക്കിയിട്ടുണ്ട്. ഈ കബോർഡുകളുടെ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ താഴെ നിന്ന് ഇങ്ങനെ വലിക്കാവുന്ന രീതിയിലാണ് ഈ കബോർഡ് നൽകിയിരിക്കുന്നത്. ഇവിടെ പ്രൊഫൈൽ ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു സ്പേസ് അവൈലബിൾ ആണ്. ഒരു വർക്ക് ഏരിയ സ്പേസ് അല്ലെങ്കിൽ ഒരു വലിയ ഫ്രിഡ്ജ് വയ്ക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്കൊരു വർക്ക് ഏരിയ ചെറുതായിട്ടൊക്കെ ചെയ്തെടുക്കാവുന്ന ഒരു സ്പേസ് കൂടി നമുക്കിവിടെ അവൈലബിൾ ആകുന്നുണ്ട്. ഇവിടെ എല്ലാം ഇൻ്റർലോക്കിംഗ് ബ്രിക്സാണ് നൽകിയിരിക്കുന്നത്. വീണ്ടും പുറകുവശം നമ്മൾ കാണിച്ചില്ല. അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും അത്യാവശ്യം സ്ഥല സൗകര്യം കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ഒരു വശത്തുള്ള സൈഡ് ഭാഗമാണ് ഇത്, നമ്മൾ കാണിച്ചില്ലായിരുന്നു. ഇവിടെയും നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് ആദ്യത്തെ ബെഡ്റൂം വരുന്നുണ്ട്. ഇവിടെ ബെഡ്റൂമിൻ്റെ ഡോറാണ് ഈ നൽകിയിരിക്കുന്നത്. ബെഡ്റൂമും എല്ലാം സെയിം ടൈപ്പ് ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ബേ വിൻഡോ കൺസെപ്റ്റുള്ള ഒരു ലൈറ്റ് ഇത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വലിയ വിൻഡോ കൊടുത്തേക്കും. PVC വിൻഡോയാണ് അവിടെ വരുന്നത്. ഇവിടെ കബോർഡുകൾ ഒരുക്കിയിട്ടുണ്ട്.
അത്യാവശ്യം സ്പേസുള്ള നല്ല കബോർഡുകൾ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതാണ് ബാത്റൂമിൻ്റെ ഡോറ് ഇവിടെ ഫൈബറിലാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബാത്റൂം തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ വെറ്റും ട്രേയുമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇവിടെ ക്ലോസറ്റ്, ഇവിടെ വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട്. ഇനി മുകളിലത്തെ നിലയിലേക്ക് നമുക്ക് പോകാം. ഈ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ സ്റ്റെപ്പ് മുകളിലേക്കാണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഹാൻഡ് റെയിൽ നൽകിയിരിക്കുന്നത് വുഡിലാണ്. സ്ക്വയർ ട്യൂബിൻ്റെ വെർട്ടിക്കൽ ഡിസൈനുള്ള ഒരു ഇത് നൽകിയിരിക്കുന്നു. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ നമുക്ക് മുകളിലേക്ക് പോകാം. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വരുന്നത് ഈ കാണുന്ന അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. ഒരുപാട് വലിയ സ്പേസ് ഒന്നുമല്ല. ഇവിടെ നമുക്ക് അത്യാവശ്യം ഇരിക്കാനുള്ള ഈ ജനലിനോട് ചേർന്ന് ഇങ്ങനെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഒരുക്കിയിട്ടുണ്ട്. രണ്ട് വശത്തും ബെഡ്റൂമുകളാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കയറുന്നത് ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ്. ഇവിടെയും എല്ലാ ബെഡ്റൂമുകളിലും ഇതുപോലെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഒരുക്കിയിട്ടുണ്ട്. UPVC വിൻഡോ ഒരു ഭാഗത്ത്, വുഡൻ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഇത് വാർഡ്രോബാണ്. മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാണ് ബാത്റൂമിന് നല്ല ഭംഗിയുള്ള വാൾ ടൈലുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ഷവർ കൊടുത്തിരിക്കുന്നു. ക്ലോസറ്റാണ്. ഇവിടെ വാഷ് ബേസിലും നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. യൂട്ടിലിറ്റി സ്പേസ് ഇവിടെ വരുന്നുണ്ട്. ചെറിയൊരു യൂട്ടിലിറ്റി സ്പേസ്. നമുക്ക് വാഷിംഗ് മെഷീൻ പോയിന്റ് ഇവിടെ വയ്ക്കാവുന്നതാണ്. ഇവിടെ നിന്ന് മുകളിലേക്ക് ടെറസിലേക്കുള്ള ഗോവണി കൊടുത്തു. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഇവിടെയാണ് ആ മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഏകദേശം ഒരു 13 വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആ ബേ വിൻഡോ കൺസെപ്റ്റുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാർഡ്രോബ്, ഇവിടെ ബാത്റൂം. നല്ല ഭംഗിയുള്ള ടൈലുകൾ തന്നെയാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത. അത്യാവശ്യം സ്പേഷ്യസ് ആണ് ബാത്റൂം. ഇനി ബാൽക്കണി കൂടി കാണാം. ബാൽക്കണിയും ഈ വീടിൻ്റെ നല്ല വലിപ്പമുള്ളത് തന്നെയാണ്. ഇവിടെയാണ് ബാൽക്കണി വരുന്നത്. നല്ല ഭംഗിയുള്ള ബാൽക്കണി. ഇവിടെ നിന്ന് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് പ്ലാന്റർ ബോക്സുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ നല്ല പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇവിടെ ഹാൻഡ് റെയിലുകൾ കൊടുത്തിട്ടുണ്ട്. ഇൻഫോ പാർക്കിലേക്ക് വെറും 5 കിലോമീറ്റർ അല്ലെങ്കിൽ 6 കിലോമീറ്റർ താഴെയാണ് ഇങ്ങോട്ടുള്ള ദൂരം വരുന്നത്. മെയിൻ ബസ് റൂട്ടിലേക്ക് 100 മീറ്റർ മാത്രം അകലമാണുള്ളത്. നല്ല റെസിഡൻഷ്യൽ ഏരിയ. നമ്മുടെ കാട്ടുപടി ജംഗ്ഷനിലേക്ക് 2.5 കിലോമീറ്റർ ഉണ്ട്. അതുപോലെ നമ്മുടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന ദൂരം ഒരു 4 കിലോമീറ്റർ താഴെയാണ്. KME എഞ്ചിനീയറിംഗ് കോളേജ് തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു. 1.5 കിലോമീറ്ററിൽ നമുക്ക് തേവയ്ക്കൽ വിദ്യോദയ സ്കൂൾ അവൈലബിൾ ആണ്. ചാർട്ടർ സ്കൂളിലേക്ക് ഒരു 2 കിലോമീറ്റർ, ഒരു 2.5 കിലോമീറ്റർ ആയിരിക്കും ദൂരം വരിക. അപ്പോൾ ഈ വീടിൻ്റെ വില ചോദിക്കുന്നത് 77 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിളാണ്. ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.